ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ വലകളൊന്നും കാണാനില്ല, ഇവർ വരുമ്പോൾ 1-2 പെട്ടി നിറയെ മീൻ കാണുന്നുണ്ടല്ലോ, ഇവരെന്തുപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത്, ഇവർ ബോട്ടുകാരെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണോ? അപ്പോൾ അതിന് പറ്റിയൊരു വീഡിയോ ആണ്. നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വൈകുന്നേരം 3 മണി 3:30 മണി സമയമൊക്കെ പണിക്ക് പോകുന്ന വള്ളക്കാരാണ്. അപ്പോൾ ഇവരുടെ വള്ളത്തിൽ വലയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായത്. ഇതാണ് മായക്ക പണി എന്ന് പറയുന്ന ആ സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇവർ കണ്ണൻകൊഴിയാള, അയില അങ്ങനത്തെ മീനുകൾ പിടിച്ച് വള്ളത്തിൽ കയറ്റുന്നത്. കണ്ടല്ല, നമ്മുടെ കൂട്ടുകാർക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ മായക്ക എന്ന് പറയുന്നത് നീളമുള്ള ഒരു റോളിൽ തന്നെ ഏകദേശം 1 അടി നീളത്തിൽ ഓരോ ചൂണ്ട വീതം കെട്ടി ഏകദേശം 20-25 ചൂണ്ട വരെയാണ് ഇപ്പോൾ ഓരോ മായക്കയ്ക്കും അവരുപയോഗിക്കുന്നത്. അപ്പോൾ ആ മായക്കയിൽ വരുന്ന മീനുകൾ അവർ അന്ന് അടിച്ചു മാറ്റി വള്ളത്തിലിടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്ന പയ്യന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അപ്പോൾ ഈ പുള്ളിക്കാരന് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, മുക്കുവൻ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ റിയൽ ഫിഷർമാനാണ്. അതുപോലെ പുള്ളിക്കാരൻ്റെ വള്ളത്തിൽ പോയി തന്നെയാണ് ഈ മീൻ പിടിക്കുന്നതും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഈ കടലിലുള്ള റിയൽ ആയിട്ടുള്ള ഈ പണിയും കാര്യത്തിൻ്റെയൊക്കെ വീഡിയോ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബിൽ മുക്കുവൻ എന്നുള്ള ചാനൽ കയറി കണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ പയ്യൻ ഇടുന്നുണ്ട് കേട്ടോ. ഇവർ ഈ ചൂണ്ടയിൽ ഉപയോഗിക്കുന്നത് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള മിനുക്കുകളാണ്. ഈ ലൈറ്റിൻ്റെ ഈ പ്രകാശത്തിൽ അതിൻ്റെ ഇത് ജീവനുള്ള മീനായിട്ട് തോന്നുമ്പോഴാണ് കൊഴിയാളെ അതിലേക്ക് അത് കയറി പിടിക്കുന്നത്. അങ്ങനെയാണ് ഈ മീൻ ഹുക്കാകുന്നത്. ഒരുപാട് കൂട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് ഈ വലകൾ മാത്രം ഉപയോഗിച്ചാണ് മീനൊക്കെ പിടിച്ചുകൊണ്ട് കരയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നാണ്. പക്ഷേ വിഴിഞ്ഞം കടപ്പുറത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചൂണ്ടപ്പണിക്കാരാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, വലയിൽ കയറുന്ന മീൻ ആ വലയുടെ ആ ഹോളിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ അത് ചെറുതായിട്ട് ഉടഞ്ഞു പോകാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷേ ചൂണ്ടയിൽ വരുന്ന മീൻ എപ്പോഴും ഫ്രഷ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ പെട്ടികളിൽ എങ്ങനെയാണ് മീൻ കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്നുകൂടെ തന്നെ ഞാൻ കാണിച്ചു തരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മീൻ ഇവർ ലൈവായിട്ട് ഇത് ജീവനുള്ളപ്പോൾ തന്നെ ഇതിനെ ബോക്സിലാക്കി ഐസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാം. കാരണം എന്താന്ന് പറഞ്ഞാൽ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഐസൊന്നും വള്ളക്കാർ കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ലോങ്ങിലൊക്കെ പോയാണ് മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഏകദേശം 4, 5, 6 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അത് കാരണം അതാണ്ട് ഈ കാണുന്നത് പോലെ ഐസിട്ടാണ് ഇവർ ഫ്രഷ് ആയിട്ടുള്ള മീൻ കണ്ടോ അത് കിടന്ന് തന്നെ പിടയ്ക്കുന്നുണ്ട് മീൻ. അങ്ങനത്തെ മീനുകളെ ഐസിലിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ കരയ്ക്ക് വരുമ്പോൾ മീൻ അത്രയും ഫ്രഷ് ആയിരിക്കും. അതുമാത്രമല്ല, ചീത്തയായി പോകുന്ന മീൻ എപ്പോഴും വില കുറവായിരിക്കും. ഫ്രഷ് ആയിട്ട് വരുന്ന മീനിനായിരിക്കും ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ അത് കാരണം വള്ളക്കാർ ഇപ്പോൾ 1-2 പീസ് ഐസൊക്കെ ഉൾക്കടലിൽ കൊണ്ടുപോയി ആ കിട്ടുന്ന മീനിനെ ഐസിലാക്കി ഇതുപോലെ പെട്ടിയിലാക്കിയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവരുന്നത്. ഇതാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്ന സാധനം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരുടെ സംശയങ്ങളെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ എന്നാ.